ഹലോ, എൻ്റെ പേര് മുഹമ്മദ് റിഷാദ്. ഞാനിപ്പോൾ തേർഡ് ELV ടെക്നീഷ്യനായിട്ട് വർക്ക് ചെയ്യാണ്. ഞാൻ ഈക്വിനോക്സിൽ 3 മന്ത് ട്രെയിനിങ് കഴിഞ്ഞിട്ടാണ് തേർഡ് കയറുന്നത്. അപ്പോൾ ഈക്വിനോക്സിലെ ക്ലാസ്സിനെ കുറിച്ച് പറയാനാണെന്നുണ്ടെങ്കിൽ നമുക്ക് വെറുതെ തിയറി ക്ലാസ്സസ് എടുത്ത് ഇങ്ങനെ പോകാമെന്നല്ലാതെ നമുക്ക് എന്തൊരു തിയറി കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിലും അപ്പോൾ തന്നെ അതിൻ്റെ പ്രാക്ടിക്കൽ ആയിട്ടുള്ള സെഷൻസ് നമ്മളെ കൊണ്ട് ചെയ്യിപ്പിക്കും. അങ്ങനെ ഇവിടുത്തെ ഒരു ട്രെയിനിങ്ങിൻ്റെ രീതി. പിന്നെ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ഇപ്പോൾ ഏതൊരു പ്രൊഡക്റ്റ് പുതിയതായിട്ട് മാർക്കറ്റിൽ ഇറങ്ങണമെന്നുണ്ടെങ്കിലും ആ പ്രൊഡക്റ്റ് നമുക്ക് പർച്ചേസ് ചെയ്ത് തന്നിട്ട് നമ്മളെ കൊണ്ട് ആ പ്രൊഡക്റ്റിലായിരിക്കും ട്രെയിനിങ് ഉണ്ടാവുക. ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള പ്രൊഡക്ട്സിലാണ് നമുക്കിവിടെ ട്രെയിനിങ് തരാറുള്ളത്. 3 മന്ത്സ് ക്ലാസ് എന്ന് പറയുന്നതിൽ നമ്മൾ ഇവിടെ 2 മാസം അല്ലെങ്കിൽ 3 മാസം നമ്മുടെ ഓഫീസിൽ തന്നെ ഇരുത്തി പഠിപ്പിക്കലല്ല. 2 മാസം നമുക്ക് ഒരു ട്രെയിനിങ് സെഷൻ പോലെ നമുക്ക് ഇവിടെ ഡെമോ സെൻറ്ററിൽ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നതിന് ശേഷം പിന്നത്തെ 1 മാസം നമ്മൾ സൈറ്റിലിരിക്കും. സൈറ്റിൽ നിന്നാണ് നമുക്ക് കൂടുതൽ നോളജ് കിട്ടുക. ഇപ്പോൾ എൻ്റെ കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ വളരെ ബേസിക് നോളജായിട്ട് വന്നതാണ്. ഇലക്ട്രിക്കലിനെ കുറിച്ചൊന്നും എനിക്ക് അത്രയും വലിയ നോളജ് ഉണ്ടായിരുന്നില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഞാൻ ഇലക്ട്രിക്കൽ ആയിട്ടുള്ള കാര്യങ്ങളിലും പല കാര്യങ്ങളിലും കൂടുതൽ നോളജ് കിട്ടിയത് എനിക്ക് ഇവിടെ വന്നിട്ടാണ്. അതുപോലെ സൈറ്റിൽ പോയിട്ടാണ് എനിക്ക് കുറേ കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ നിന്ന് പഠിക്കണതല്ല, സൈറ്റിൽ പോയി കഴിഞ്ഞിട്ടാണ് കുറച്ചും കൂടി കാര്യങ്ങൾ നമുക്ക് മനസ്സിലാവുള്ളൂ. വർക്ക് ചെയ്യുമ്പോഴാണ് നമുക്ക് ഓരോ കാര്യങ്ങൾ എങ്ങനെയാണെന്നുള്ളത് മനസ്സിലാവുള്ളൂ. ഇപ്പോൾ എക്സാമ്പിൾ ആണെന്നുണ്ടെങ്കിൽ സോളാർ, അതുപോലെ ഗേറ്റ് ഓട്ടോമേഷൻ, അതൊക്കെ നമ്മൾ സൈറ്റിൽ പോയിട്ട് തന്നെ എക്സ്പീരിയൻസ് ചെയ്യണം. എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് രീതി, എങ്ങനെയാണ് അതിൻ്റെ കണക്ഷൻസ് കാര്യങ്ങളൊക്കെ നമ്മൾ അവിടെ പോയാലാണ് നമുക്കത് മനസ്സിലാവുള്ളൂ. നമ്മൾ ഇവിടെ വെറുതെ ഇരുന്നിട്ട് ക്ലാസ്സിൽ ഇങ്ങനെ വെറുതെ തിയററ്റിക്കലായിട്ട് ഇങ്ങനെ ചെയ്യണമെന്ന് പറഞ്ഞാൽ മനസ്സിലാവില്ല. എനിക്കിവിടെ വന്നിട്ട് കിട്ടിയിട്ടുള്ളത് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് എന്താ പറയുക, വെറുതെ ഇരുന്ന് പഠിക്കലല്ല, നമുക്ക് കുറച്ചുകൂടി ജോബ് ഓറിയൻറ്റഡ് ആയിട്ടൊക്കെ ആരെങ്കിലും ടെക്നീഷ്യനായി വർക്ക് ചെയ്യാനൊക്കെ താല്പര്യപ്പെടുന്നുണ്ടെങ്കിൽ ഏറ്റവും ബെസ്റ്റ് ചോയ്സ് ഈക്വിനോക്സ് ആണ്. നമുക്ക് കുറച്ചുകൂടി കാര്യങ്ങൾ പ്രാക്ടിക്കലി നമുക്ക് ചെയ്ത് പഠിക്കാൻ പറ്റും. താങ്ക് യു.